ഈ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇയാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ നിൽക്കാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് കൃഷ്ണകുമാർ. കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ പാർട്ടിയിൽ വന്നു. ഞാൻ ജീവിക്കുന്നതും എൻ്റെ ഓഫീസും എൻ്റെ പ്രവർത്തന മേഖലയുമായി വട്ടിയൂർക്കാവിൽ എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് എൻ്റെ പാർട്ടിയോട് പറഞ്ഞാൽ എനിക്ക് ആ നിമിഷം അടിച്ചു തരും. പക്ഷെ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞത് നിങ്ങൾ സെൻട്രലിൽ പോയി നിൽക്കൂ, തിരുവനന്തപുരം ഒരു അക്ഷരം എതിര് വരാതെ ഞാൻ അവിടെ പോയി നിന്നു. വീണ്ടും തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ചോദിച്ചാൽ തരും. എന്നോട് പറഞ്ഞു കൊല്ലത്ത് പോയി നിൽക്കാൻ. നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ അവിടെ നിന്നാ അവിടെ ഒരിക്കലും ജയിക്കില്ലെന്നറിയാം. എന്നിട്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് ഞാൻ പോയി നിൽക്കുന്ന ഒരാളാണ്. എന്താ എന്റെ ഉദ്ദേശം? അതുകൊണ്ട് എനിക്ക് ഇന്നടത്ത് നിൽക്കണമെന്നൊന്നും താല്പര്യമുള്ള ഒരാളല്ല. അങ്ങനത്തെ വല്ല താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതിൽ നിന്ന് പിന്മാറണം. ഈ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചടിച്ച് ദ്രോഹിക്കരുന്ന് വളരെ താഴ്മയായിട്ട് പറയുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഏത് പാർട്ടി എന്നൊന്നും പറയുന്നില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. കാരണം എനിക്ക് അങ്ങനെ ശത്രുത വെക്കുന്ന ഒരാളല്ല. ഈ വിഷയം കടുത്തപ്പോൾ പോലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. എൻ്റെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ ഇതിനകത്ത് വലിച്ചടച്ചില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകരും എൻ്റെ BJP പാർട്ടിയിൽ ആരും എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇടപെടേണ്ട, ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുത്, ഇതൊരു ചീറ്റിംഗ് കേസാണ്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടന്നതാണ്. അതുകൊണ്ട് ഒരിടത്തും ഞാൻ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഇനി അതുകൊണ്ട് ആരെങ്കിലും ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ നിന്നുണ്ടെങ്കിൽ ദയവ് ഞങ്ങളെ ഇതിനകത്ത് വീണ്ടും വലിച്ചിടയ്ക്കരുത്.